അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല നാടൻ ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നമുക്ക്. പെരുന്നാളെല്ലാം കഴിഞ്ഞ് കുറേ ബീഫെല്ലാം കിട്ടി. ഇനിയിപ്പോൾ ഈ ബീഫെല്ലാം നമുക്കൊന്ന് തീർക്കണ്ടേ. അപ്പോൾ ഇത് നമുക്ക് നല്ല നാടൻ ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലിടുക, പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് ബീഫിൽ നല്ലോണം പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഈ ബീഫ് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ബീഫ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ചേക്കാം. ഇത് ഞാൻ 1.5 ഉള്ളി എടുത്തിട്ടുള്ളത്. 1.5 ഉള്ളി, പിന്നെ ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രമേ വേണ്ടൂ. ഉള്ളി കുറേയൊന്നും വേണ്ട, 1.5 ഉള്ളിയേ വേണ്ടൂ. കുക്കർ 1 വിസിൽ വന്നപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേകുമ്പോഴത്തേക്ക് ഈ ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കുറച്ച് ബാക്കിയുള്ളത് അതും ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വയന്ന് കുറച്ച് ഉപ്പിടണം. ഉപ്പിടുന്നത് ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം കളർ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. 1 തക്കാളി എടുത്തിട്ടുള്ളൂ, ചെറിയൊരു തക്കാളി. അതുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയെല്ലാം ഒന്ന് ഉടനെ നല്ലോണം ഒന്ന് വഴണ്ടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയിൽ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചേ വേണ്ടൂ, നമ്മൾ ബീഫിലിട്ട് തന്ന മഞ്ഞൾപ്പൊടിയല്ലോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വേപ്പിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണം. നമുക്ക് ആ ഉള്ളിയും തക്കാളിൻ്റെ എല്ലാം മസാല നല്ല ഒന്ന് ആ ബീഫിലേക്ക് പിടിക്കുന്നവരെ നമുക്കൊന്നിത് അടച്ച് വെച്ചിട്ട് വെക്കാം. ബീഫിലെല്ലാം നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് നല്ല മസാലയായിട്ട് അങ്ങനെയുള്ളതാണ് ഇഷ്ടം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ലെമണും, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി നല്ല നാടൻ ബീഫ് റോസ്റ്റ് റെഡിയായി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.